എസ്എംഎ ബാധിച്ച അരയ്ക്ക് താഴെ തളർന്നെങ്കിലും സജ്ന ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുകയാണ്. കൂട്ടിന് താങ്ങും തണലുമായി അമ്മ പത്മിനിയും സഹോദരൻ അഭിജിത്തും കൂടെ തന്നെയുണ്ട്. കാലടി സംസ്കൃത സർവകലാശാലയിലെ അവസാന വർഷ MSc സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് സജ്ന. കാസർഗോഡാണ് സ്വദേശം. സജ്നയുടെ പഠനത്തിനായി കാലടി മറ്റൂരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് സജ്നയും അമ്മയും സഹോദരനും. വീൽചെയറിലാണ് സഞ്ചാരം. ദിവസവും രാവിലെ അമ്മ സജ്നയെ കോളേജിലെത്തിക്കും. വൈകിട്ട് 4 മണിയാകുമ്പോൾ തിരികെ കൊണ്ടുപോകാനും അമ്മയെത്തും. ജന്മനാ വൈകല്യമുണ്ടായിരുന്നുവെങ്കിലും 10ാം വയസ്സിലാണ് SMA ആണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. സർജറി അടക്കമുള്ള ചികിത്സകൾ നടത്തിയെങ്കിലും സ്വയം എഴുന്നേറ്റു നിൽക്കാൻ സജ്നയ്ക്കായില്ല. ചെറുപ്പത്തിലും അമ്മയായിരുന്നു സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. പഠിക്കാൻ മിടുക്കിയായ സജ്ന ഡിസ്റ്റിങ്ഷനോടെ കണ്ണൂർ വിറാസ് കോളേജിൽ നിന്നും BSc സൈക്കോളജി പാസ്സായി. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് പഠിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയത്. തുടർന്നാണ് സംസ്കൃത സർവകലാശാലയിലെത്തുന്നത്. ഇനി PhD എടുക്കണം, മികച്ച സൈക്കോളജിസ്റ്റ് ആകണം. അങ്ങനെ പോകുന്നു സജ്നയുടെ സ്വപ്നങ്ങൾ. ഞാനിവിടെ മറ്റൂർ അടുത്താണ് താമസിക്കുന്നത്. അപ്പം രാവിലെ ഇവിടെ കോളേജിലേക്ക് വരാൻ അമ്മയാണ് കൊണ്ടുവിട്ട് ഇവിടെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും, അതുപോലെ ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈകുന്നേരം ആദ്യം അമ്മ കൂട്ടാൻ വന്നിട്ട് അങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഡിഗ്രിക്ക് ഞാൻ പ്ലാത്തറ വിറാസ് കോളേജിലാണ് പഠിച്ചത്. അപ്പം ഫിനാൻഷ്യലി നല്ല ഡിഫിക്കൽട്ടീസ് ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഒരു ട്രസ്റ്റ് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഹോപ്പ് എന്നാണ് ട്രസ്റ്റിൻ്റെ പേര്. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെന്നാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നിലവിൽ PhD ചെയ്താലോ എന്നിങ്ങനെ ഒരു പ്ലാനുള്ളത്. ഇപ്പം നമ്മുടെ ചുറ്റുപാടുകളും കൂടി നമ്മൾക്കൊരു വലിയ സപ്പോർട്ടാണ്. ഇപ്പോൾ എന്നെ പോലെയുള്ളൊരു കണ്ടീഷനിലിരിക്കുന്ന ഒരാൾക്ക് എൻ്റെ അമ്മയും ചേട്ടനാണ് എനിക്ക് കൂടെ എപ്പോഴും ഉള്ളത്. ഇവരൊരു സപ്പോർട്ട് കൂടെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പഠിക്കാനൊക്കെ ആയിട്ടെത്തുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വിൽ പവർ ഉണ്ടല്ലോ, അതായത് നമ്മൾക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അത് ഓവർകം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്, അതും ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. മോള് വീൽചെയറിൽ വരും, അവളുടെ കൂടെ ഞാൻ നടന്നു വരും. പിന്നെ രാവിലെ കൊണ്ടുവിട്ട് പിന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇത് വൈകിട്ട് 3:30 ആകുമ്പോൾ കൂട്ടാൻ വരും. ചില ദിവസങ്ങൾ 5:30 ഇവിടെ ലൈബ്രറി ഇരുന്നിട്ട് വൈകിട്ടേ വരുള്ളൂ. ഒരുപാട് ഫ്രണ്ട്സും എല്ലാ ടീച്ചേഴ്സൊക്കെ നമ്മളെ കൂട്ടാം. എന്തെങ്കിലും വൈകല്യങ്ങൾ മൂലം ജീവിതം പരാജയമെന്ന് തോന്നുന്നവരോട് സജ്നയ്ക്ക് പറയാനുള്ളത് ഇതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പം കുറച്ചും കൂടി നമ്മളെ തന്നെ ഡിമോട്ടിവേറ്റഡ് ആവുകയാണെന്ന് തോന്നുന്നു. നമ്മളെപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് പറ്റും. അതായത് നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോസിബിലിറ്റീസ് കണ്ടെത്തിയിട്ട് നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക. നമ്മൾ മോട്ടിവേറ്റഡ് ആയി എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നു. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. 4 വർഷം മുൻപ് പ്രജാപിത ഫൗണ്ടേഷൻ നൽകിയ ഇലക്ട്രിക് വീൽചെയറിലാണ് സജ്നയുടെ സഞ്ചാരം. അതിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. പുതിയതൊന്ന് വാങ്ങണമെന്നുണ്ട്. സഹോദരൻ കാലടി മേഖലകളിൽ മേൽക്കൂരകളിൽ ഷീറ്റുകൾ മേയുന്ന ജോലിയാണ് ചെയ്യുന്നത്. അതാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും. വീൽചെയർ ഇത് എനിക്ക് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ അണ്ടറിലൊരു പ്രജാഹിത എന്ന് പറഞ്ഞ ഫൗണ്ടേഷനാണ് എനിക്ക് ഈ ഒരു വീൽചെയർ തന്നത്. ഇതിപ്പോൾ എനിക്ക് ഡിഗ്രി ആ ടൈമിലാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി മറ്റ് ഫ്രണ്ട്സ്, അതായത് എൻ്റെ കൂടെ പഠിക്കുന്നവരുടെ ഒപ്പം എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി എല്ലാ കാര്യത്തിലും. ഞാൻ കുറേ കാര്യത്തിൽ വളണ്ടിയറൊക്കെ ആയി നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ലൈഫിലൊരു വലിയൊരു ചേഞ്ച് ആണ് ഈ ഒരു വീൽചെയർ കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഏകദേശം 4 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതിനിപ്പോൾ ചെറിയ മിസ്റ്റേക്സൊക്കെ പ്രോബ്ലംസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ടയറൊക്കെ പോയി. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയൊക്കെ മാറ്റണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സഹപാഠികളുടെയും അധ്യാപകരുടെയും പിന്തുണ സജ്നയ്ക്കുണ്ട്. ഇവളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്കും കൂട്ടുചേരാം.